ഹലോ മുത്തുമണികളെ, അങ്ങനെ അവസാനം പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും മൊഴി കൊടുത്തു. മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും ദൂരം ഒന്നും പോയില്ല. എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ ഫോണിലൂടെ ഞാനും മൊഴി കൊടുത്തു. എന്താ പറയുക. ഇപ്പോൾ പോലീസ് എല്ലാവരെയും വിളിച്ചു. ഈ വിഷയങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഷെഫീനയിത്ത ഒരു ഉഗ്രൻ കേസാണ് മക്കളെ കൊടുത്തത്. അപ്പോൾ ആ ഒരു ഉഗ്രൻ കേസിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുത്തൻ പരക്കനെ തെറി വിളിച്ചതിന് ഷെഫീന താത്ത കൊടുത്ത ഒരു കേസിൻ്റെ ഫലമായിട്ട് ഞാൻ മൊഴി കൊടുത്തിരിക്കുകയാണ്. മുത്തുമണികളെ, മൊഴി കൊടുത്തിരിക്കുകയാണ്. ഞമ്മക്കും കൊടുക്കാനറിയാം മൊഴി. എന്താ പറയുക, ഈ ചില ആളുകളുണ്ട്, വീട്ടിലിരിക്കുന്ന മാണിക്യം കാണില്ല, എവിടെയെങ്കിലും കിടക്കണ കരി ഓടിച്ചെന്ന് എടുത്ത് കീശയിലിട്ടും കൊണ്ട് നടക്കും. അതുപോലത്തെ ഒരവസ്ഥയാണ് ഈ പുള്ളിക്കാരൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഒരു പരവടിക്ക് വേണ്ടിയിട്ട് എനിക്ക് കയറി ഇറങ്ങി നടക്കാം. അല്ല, ആരോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവൾ കൊടതി കയറി ഇറങ്ങി നടക്കട്ട്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നെ നോണ്ടുന്ന ആൾക്കാർക്കുള്ളതെല്ലാം എൻ്റെ സൃഷ്ടാവ് ഓൺ ദി സ്പോട്ട് കൊടുക്കും. അത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ രക്ഷിതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സർവശക്തനെയാണ്. അതുകൊണ്ടാണ് കോടതി കയറി ഇറങ്ങി ഇനി നടക്കണമല്ലേ. എന്തായാലും ഒരു തവണ ഞാനും വരും കേട്ടോ, സാക്ഷി മൊഴി പറയാൻ വേണ്ടിയിട്ട് ഞാനും വരും. അപ്പോൾ എങ്ങനെയാ എൻ്റെ പൊന്നി ചങ്ങായി, ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും വെടിക്കുറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ. ഇതിപ്പോൾ ജീവിതവും ഇല്ല, ജോലിയും ഇല്ല, കയ്യിലിരുന്ന പണവും പോയി, അഭിമാനവും പോയി. ഇനി ഏതെങ്കിലും പെണ്ണ് തിരിഞ്ഞു നോക്കുമോ? വാ നാറ്റമാണ്, ദേഹം നാറ്റമാണ്, കുളിക്കൂല, നനയ്ക്കൂല, പെടുക്കൂല, തൂറൂല, ഒന്നും പറയാനില്ല. എല്ലാം അനുഭവിച്ചോ, അല്ലാതെ ഇപ്പം എന്ത് പറയാം.